നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിജയവഴിയിൽ കാസർഗോഡ് കൊളവയിലെ നാൽവർ സംഘം. ഒരേക്കറിലെ പച്ചക്കറി കൃഷിയിൽ നേട്ടം. സംഗീതാസ്വാദകരുടെ മനസ്സ് കീഴടക്കി പുൽപ്പള്ളിയിലെ ബാൻഡ് ട്രൂപ്പ്. മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഭിന്നശേഷി കുട്ടികൾ. ഉത്സവകാലത്തിന് തുടക്കമാകുന്നു. ക്ഷേത്രങ്ങളിലെ ഒരുക്കങ്ങൾ തുടങ്ങി. കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന തിരക്കിൽ കലാകാരൻ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി പത്തനാപുരത്തെ മലയോര മേഖല. ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് പതിവ്. വ്യാപക കൃഷിനാശം. സംസ്ഥാനത്ത് ഉത്സവകാലമാവുകയാണ്. കൂടുതൽ ക്ഷേത്രങ്ങളുള്ള കൊല്ലം ജില്ലയിലും ഇനി ഉത്സവ തിരക്കാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ദേവീക്ഷേത്രങ്ങൾ ഏറെയുള്ള കൊല്ലത്ത് ഭരണിനാളിലാണ് അധികവും ഉത്സവങ്ങൾ നടക്കുക. മകരഭരണി, മീനഭരണി, കുംഭഭരണി ദിനങ്ങളിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കും. ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിനത്തിലും മുരുകൻ കോവിലുകളിൽ തെയ്യപ്പൂയ ദിവസങ്ങളിലുമാണ് ഉത്സവങ്ങൾ. ബലൂൺ, കളിപ്പാട്ടങ്ങൾ, തട്ടുകടകൾ മുതൽ ഉത്സവ പറമ്പുകളിലെ കച്ചവടക്കാർക്കും വലിയ ഉണർവാണ് ഉത്സവകാലം. ചെണ്ടമേളക്കാർ മുതൽ സ്റ്റേജ് കലാകാരന്മാരുടെ ഉപജീവനം കൂടിയായി മാറുന്നു. നാടകങ്ങളുടെ പ്രധാന വേദിയും ഉത്സവ പറമ്പുകളാണ്. നൂറുകണക്കിന് ആളുകൾ ചേർന്ന് തോളിലേറ്റുന്ന കുതിരകൾ, കെട്ടുകാളകൾ മുതൽ നെൽക്കതിർക്കാളകൾ വരെ ഉത്സവങ്ങളിൽ കെട്ടുകാഴ്ചകളാകും. മേടമാസത്തിലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തോടെയാണ് ജില്ലയിലെ ഉത്സവങ്ങളുടെ സമാപനം. ന്യൂസ് 18 കൊട്ടാരക്കര. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ബാൻഡ് മേളം തീർക്കാൻ പൂർണ്ണ സജ്ജമാണ് വയനാട്ടിൽ ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ ബാൻഡ് ട്രൂപ്പ് സംഘമാണ് സംഗീതാസ്വാദകരുടെ മനം കവരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കലയുടെ പുതിയ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചതോടെ ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധിയിടങ്ങളിലാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. പ്രൊഫഷണൽ ടീമുകളോട് കിടപിടിക്കും വിധത്തിലുള്ളതാണ് കൃപാലിയ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം. 15 വർഷം മുമ്പാണ് സ്കൂളിൽ ബാൻഡ് ട്രൂപ്പിന് തുടക്കമിട്ടത്. ഇപ്പോൾ 12 അംഗ സംഘമാണ് ട്രൂപ്പിലുള്ളത്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ബാൻഡ് വാദ്യ പരിശീലനം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒരേ സ്വരത്തിലും താളത്തിലും അണിനിരത്തുകയെന്നത് ശ്രമകരമായ ദൌത്യമായിരുന്നു. ഏറെ നാളത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് കുട്ടികൾ ബാൻഡ് വാദ്യം പഠിച്ചെടുത്തത്. പഞ്ചായത്തുകളിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മറ്റ് ഇതര സംസ്ഥാന തലങ്ങളിലുമെല്ലാം ഈ ബാൻഡുമേളം ഇന്ന് ശ്രദ്ധേയമാണ്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളുകൾ നടക്കുന്നതിനാൽ മിക്ക പള്ളികളുടെ അങ്കണങ്ങളിലും ദേവാലയ സ്തുതി ഗീതങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രദക്ഷിണവേളകളിലും മറ്റ് പഞ്ചായത്തുകളിലും മറ്റും നടക്കുന്ന പ്രവർത്തനങ്ങളിലും എല്ലാം റാലികളിലുമെല്ലാം ഈ മക്കളുടെ വാദ്യമേളം ഇന്ന് ശ്രദ്ധേയമാവുകയാണ്. അധ്യാപികയായ സിസ്റ്റർ ആൻഡ്രീസയാണിപ്പോൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. പള്ളിപ്പെരുന്നാളിന്റെ സീസണായതിനാൽ ബാൻഡ് മേളത്തിന് ആവശ്യക്കാരും ഏറെയാണ്. 15,000 രൂപയാണ് ട്രൂപ്പിന്റെ ചെലവ്. ഈ തുക കുട്ടികൾക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുക. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുകയും വരുമാനം നേടിക്കൊടുക്കുകയുമാണ് ഈ ബാൻഡ് ട്രൂപ്പ്. ന്യൂസ് 18 വയനാട്. ഇനി കാർഷിക കേരളം. പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച് കാസർഗോഡ് കൊളവയിലെ നാൽവർ സംഘം. ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിലാണ് ഇവരുടെ ജൈവ പച്ചക്കറി കൃഷി. മണ്ണിൽ പൊന്നുവിളയിക്കുകയാണ് കൊളവയിലെ നാൽവർ സംഘം. ഗംഗാധരൻ, പ്രജീഷ്, സുഭാഷ്, ഷാജി എന്നിവരാണ് ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പുകയില കൃഷി ഇറക്കിയ പാടത്താണ് ഈ നാൽവർ സംഘം സ്വയം പര്യാപ്തമെന്ന ആശയത്തിലൂന്നി പച്ചക്കറി കൃഷി തുടങ്ങിയത്. പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ എത്തിച്ചത്. വെണ്ട, നരമ്പൻ, വഴുതന, പയർ, ചീര, ചോളം എന്നിവയാണ് കൃഷി ചെയ്യുന്നത്.
വരുമാനമാർഗം എന്നതിലുപരി സമൂഹത്തിനും നാടിനും പ്രയോജനമാകും വിധത്തിൽ വിഷരഹിതമായ പച്ചക്കറി നൽകാൻ കഴിയുന്നു എന്നതാണ് ഇവരുടെ സന്തോഷം. വിളകൾക്ക് ഫംഗസും മറ്റും മൂലമുള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും മികച്ച പരിചരണത്തിലൂടെ നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. 2 വർഷക്കാലമായി എൻ്റെ ഈ സഹപ്രവർത്തകരും ഞങ്ങളും കൂടി വെണ്ട, അതുപോലെ തന്നെ മറ്റ് വൈനിങ്ങ, മത്തൻ, നരമ്പൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 1 ക്വിൻ്റലിന് മീതെ നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വിളവെടുപ്പിലും 1 ക്വിൻ്റലിലധികം പച്ചക്കറി കിട്ടുന്നുണ്ട്. കൃഷിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ടു പോകാനാണ് ഈ 4 സംഘത്തിന്റെ തീരുമാനം. മണ്ണിലിറങ്ങി പണിയെടുത്ത് വിഷരഹിതമായ പച്ചക്കറി വിളയിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ന്യൂസ് 18 കാസർഗോഡ്. ന്യൂസ് 18 വേണ്ടി യു പ്രദീപ്. യുണൈറ്റഡ് FC അണ്ടർ-19 ഫുട്ബോൾ താരം അക്ഷയ്ക്ക് സ്പെയിനിൽ പരിശീലനത്തിന് പോകാൻ തുക സമാഹരിക്കാൻ നാട്ടുകാർ. മലപ്പുറം എടവണ്ണ കൽപ്പാലം പാണരക്കുന്ന് കോളനിയിലെ അക്ഷയ്ക്കായി ബിരിയാണി ചലഞ്ച് ഒരുക്കിയാണ് ഇവർ തുക സമാഹരിച്ചത്. സ്പാനിഷ് ക്ലബിൽ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട +2 വിദ്യാർത്ഥി കൽപ്പാലം പാണരക്കുന്ന് കോളനിയിലെ അക്ഷയ്ക്ക് വേണ്ടിയാണ് നാട്ടുകാർ ഒരുമിച്ചത്. ഇതിനായി നാട്ടുകാർ ബിരിയാണി ചലഞ്ച് ഒരുക്കിയാണ് തുക സമാഹരിച്ചത്. യുണൈറ്റഡ് FC അണ്ടർ-19 താരമാണ് അക്ഷയ്. ബിരിയാണി ചലഞ്ചിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. ഒറ്റ ദിവസം കൊണ്ട് 4700 ബിരിയാണി പൊതികൾ വിതരണം ചെയ്യാനായി. ഇതുവഴി 4,70,000 രൂപ സമാഹരിച്ചു. അക്ഷയ്ക്ക് പരിശീലനത്തിന് തുക കണ്ടെത്താനായി നാട്ടുകാർ സമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു. ബിരിയാണി ചലഞ്ച് വളരെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4500 പാക്കോളം ഞങ്ങൾ പാക്ക് ചെയ്തതടക്കം നമുക്ക് ഓർഡർ കിട്ടിയത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ആവേശത്തിലാണ് എല്ലാവരും. പന്ത് തട്ടാനുള്ള അവസരങ്ങൾ പാഴാക്കിക്കളയാൻ നാടൊരുക്കമല്ലായിരുന്നു. പണം എന്ന തടസ്സത്തെ തട്ടിത്തെറിപ്പിച്ച് അവർ ഒരുമിച്ചതിന്റെ കാഴ്ച കൂടിയായിരുന്നു കാണാനായത്. ഒടുവിൽ ലക്ഷ്യം നേടാനായപ്പോൾ കപ്പടിച്ച പ്രതീതിയിലായിരുന്നു നാട്ടുകാർ. ന്യൂസ് 18 മലപ്പുറം. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം പരിഗണനയിൽ. പെരുമുടിയൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ പോകുന്ന വഴി റെയിൽവേ അടയ്ക്കുന്ന സാഹചര്യത്തിലാണ് അടിപ്പാത നിർമ്മിക്കാൻ സാധ്യത തേടുന്നത്. പട്ടാമ്പി പെരുമുടിയൂരിലെ 2 സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ അടക്കം ദിവസം ആയിരങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ് റെയിൽവേ അടയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നുപോയിരുന്ന വഴിയിലെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു. വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, DRM ഉൾപ്പെടെയുള്ളവരെ കണ്ടെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കാനുള്ള നീക്കം. നിലവിൽ കാൽനടയ്ക്കുള്ള അടിപ്പാത നിർമ്മിക്കാനാണ് സാധ്യത തേടുന്നത്. ഇതിനുവേണ്ട നടപടി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. റെയിൽവേ തന്നെ ഫണ്ട് നൽകുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ അങ്ങനെയൊന്നും ഫണ്ട് കിട്ടാത്തൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം കുട്ടികൾക്ക് നടക്കാനെങ്കിലും റെയിൽവേയുടെ താഴേക്കൂടെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് അണ്ടർ പാസേജിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പ്രദേശത്തെ LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും റെയിൽ ലൈൻ മുറിച്ചു കടന്നാണ് സ്കൂളിലെത്തുന്നത്. ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി, തൃത്താല, പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സ്കൂളിലെത്താൻ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം. ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ കാൽനടയായി വേണം വരാൻ. പടികൾ പൊളിച്ചതോടെ ഇതുവഴിയുള്ള ജനങ്ങളുടെ സഞ്ചാരവും ദുരിതത്തിലായി. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് കൊയിലാണ്ടി കീഴരിയൂരിൽ ഇടമഴ കൊയ്ത്തിനു പാകമായി നെൽകൃഷിയെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും കാറ്റിലും നെല്ല് ചായ്ഞ്ഞതോടെ കൊയ്തെടുക്കാനും കർഷകർക്ക് പ്രയാസമാണ്. കീഴരിയൂർ നടവത്തൂർ മഠത്തിൽ താഴെ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത്. ജനുവരി ഫെബ്രുവരി മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകുന്ന പാടശേഖരത്തിൽ മഴ പെയ്തതാണ് വിനയായത്. ചാഞ്ഞു വീണ നെല്ല് കൊയ്തെടുത്താലും അത് മുളച്ചു പോകുന്ന അവസ്ഥയാണെന്ന് കർഷക തൊഴിലാളികൾ പറയുന്നു. ഒക്കെ ചാഞ്ഞു ഒരു കാറ്റും മയം വരുമ്പോഴത്തേക്ക് വെള്ളത്തിലേക്ക് ചാഞ്ഞു. അന്നേരം ഇത് ഇങ്ങനെ നല്ല നേരെയായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ മഴ വന്നേരാന്നത് ഇങ്ങനെയായിപ്പോയത്, ഇങ്ങനെ ഒടിഞ്ഞു പോയത്. സ്വന്തമായും ഗ്രൂപ്പുകളായും പാട്ടം വ്യവസ്ഥയിലാണ് കൃഷി ചെയ്യുന്നത്. ഇതിനിടയിലാണ് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന രീതിയിൽ കൃഷിനാശം സംഭവിച്ചത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും കൃഷിഭവനിലും നാശനഷ്ടം കണക്കാക്കി പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്കുണ്ടായ നഷ്ടം കണക്കാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK നിർമ്മല പറഞ്ഞു.
ന്യൂസ് 18 കൊയിലാണ്ടി. ന്യൂസ് 8 വേണ്ടി തൃശ്ശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. കോഴിക്കോട് വടകര മടപ്പള്ളി അടിപ്പാത കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത സമരസമിതി പ്രക്ഷോഭം ശക്തമാക്കി. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന അടിപ്പാത എന്ന ആവശ്യത്തോട് മുഖം തിരിക്കുന്നതിലാണ് പ്രതിഷേധം. മടപ്പള്ളി പ്രദേശത്തെ രണ്ടായി വിഭജിക്കുന്ന രീതിയിലാണ് ദേശീയപാത വികസനം. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രദേശത്ത് അടിപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതി സമരം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരികളും സംയുക്ത നിരാഹാര സമരത്തിൽ അണിനിരന്നു. ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമടക്കം സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണ് നിലവിലുള്ള വികസനം. മടപ്പള്ളി പ്രദേശത്ത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് മടപ്പള്ളിയിൽ ഒരു അടിപ്പാത സ്ഥാപിക്കുന്നില്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയും മടപ്പള്ളിയിൽ അനുവദിക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ്. 4000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2 ഹൈസ്കൂളുകളും 2000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മടപ്പള്ളി ഗവൺമെന്റ് കോളേജിനെയും പരിഗണിക്കാതെയാണ് വികസനം. സമരം ശക്തമാക്കാനാണ് കർമ്മസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 വടകര. കാസർഗോഡ് പടന്നക്കാട് വഴിമുടക്കി ദേശീയപാത നിർമ്മാണം. കാഞ്ഞങ്ങാട് നമ്പ്യാർക്കൽ നിവാസികൾക്ക് സർവീസ് റോഡും അടിപ്പാതയും ഒരുക്കാതെയാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ അടിപ്പാതയ്ക്ക് ശക്തമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ദേശീയപാത പണി പൂർത്തിയാകുന്നതോടെ ഇല്ലാതാകുന്നത്. വാഴുന്നോറടി, പുതുകൈ, മൂലപ്പള്ളി, ചിറപ്പുറം എന്നിവിടങ്ങളിലെ ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മലയോരപാതയ്ക്കായി പരിഗണിച്ചിരുന്ന റോഡാണ് വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെ അടയ്ക്കുന്നത്. ദേശീയപാതയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ലഭ്യമായില്ല എന്നും ആരോപണമുണ്ട്. നമ്പ്യാർക്കാൽ റോഡ്, അതായത് പുതുക്കൈ വില്ലേജ്, പേരോൽ വില്ലേജ്, വാഴന്നോറടി, ചേടി റോഡ്, ബംഗളം, ഭീമനടി, കൊന്നക്കാട്, ചിറ്റായിക്കാൽ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ആൾക്കാരും കാഞ്ഞങ്ങാടേക്ക് പോകാൻ ഉപയോഗിക്കുന്ന, കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഉപയോഗിക്കുന്ന റോഡാണ് നമ്പ്യാർക്കാൽ റോഡ്. ഈ നമ്പ്യാർക്കാൽ റോഡ് നിർദ്ദിഷ്ട ഹൈവേയുടെ സൈഡിലെത്തിയപ്പോഴത്തേക്ക് അവിടെ എംബാങ്ക്മെൻറ്റ് എന്ന് തടയുന്നതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം അടിപ്പാത ഇല്ല എന്നുള്ള കാര്യം. അടിപ്പാത ഉണ്ടായിരുന്നെങ്കിൽ യാത്രാക്ലേശം പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അടിപ്പാത ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞ്, അല്ല എന്നുണ്ടെങ്കിൽ തൂണ് പില്ലറിൻ്റെ മുകളിൽ 2 പില്ലറിൻ്റെ മേലെ അങ്ങ് ഇട്ടിട്ട് വാഹനം പോകാൻ സൗകര്യം തരികയാണെങ്കിൽ യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാത അടച്ചു കഴിഞ്ഞാൽ 100ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടും. നമ്പ്യാർക്കൽ അണക്കെട്ടിലേക്ക് ആംബുലൻസിനോ ഫയർ എഞ്ചിനോ 500 മീറ്റർ ദൂരത്തിൽ എത്തുന്നതിന് പകരം 15ഓളം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരും. പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളുകൾക്കും നിലവിലെ പദ്ധതി തിരിച്ചടിയാണ്. ദേശീയപാതയിൽ വാഹനഗതാഗതം തടസ്സപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് അടയ്ക്കുന്നത്. അടിപ്പാത ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കാസർഗോഡ്. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് ഓഫ് കേരളയുടെ ഭാഗമായുള്ള ടൂർ ദി കേരള സൈക്ലത്തോണിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിലാണ് പരിപാടി നടക്കുക. ആഗോള വ്യാപകമായി കായിക മേഖലയിലെ സാധ്യതകൾ ഉറപ്പിക്കുന്നതിനും കേരളത്തിലെ കായിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് നടത്തുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് ഓഫ് കേരളയുടെ ഭാഗമായാണ് ടൂർ ദി കേരള സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിലാണ് പരിപാടി നടത്തുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ നടക്കുന്ന സൈക്ലത്തോൺ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തി. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ സ്വീകരണമൊരുക്കി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി സൈക്ലത്തോൺ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. കാടിറങ്ങുന്ന വന്യത. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി പത്തനാപുരത്തെ മലയോര മേഖല. ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാന വ്യാപക നാശമാണ് വരുത്തുന്നത്. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ 4 മണി കഴിഞ്ഞാൽ കാട്ടാനയുടെ ശല്യം മൂലം യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്.
കറവൂർ ജംഗ്ഷനിൽ നിന്നും 50 മീറ്റർ മാറിയാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ആനകൾ കൂട്ടത്തോടെ റോഡ് മുറിച്ച് കടക്കുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. കൂട്ടത്തോടെ എത്തുന്ന ആനകൾ കൃഷിയും നശിപ്പിക്കുന്നു. KFDCയുടെ അധീനതയിലുള്ളതാണ് കശുമാവിൻ കൂപ്പ്. പ്രതിവർഷം 27 ലക്ഷം രൂപയുടെ ലേലം നടക്കാറുണ്ട്. കാട്ടാനകൾ നശിപ്പിച്ചത് മൂലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലേലം മുടങ്ങിയിരിക്കുകയാണ്. ധാരാളം കശുമാവ് മരങ്ങൾ കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു. 3 വർഷമായി ആന, മ്ലാവ്, കുരങ്ങ്, പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം ഈ മേഖലയിലുണ്ട്. കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിനോ ജോലി ചെയ്യുന്നതിനോ കർഷകർക്ക് കഴിയുന്നില്ല. വന്യമൃഗശല്യത്തിൽ നിന്നും പ്രദേശവാസികളെ രക്ഷിക്കുന്നതിനായി വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അലിമുക്ക് അച്ചൻകോവിൽ അന്തർ സംസ്ഥാന പാതയിൽ 2 വർഷം മുമ്പ് മ്ലാവിന്റെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു. ഫെൻസിംഗും കിടങ്ങുകളും തീർത്ത് വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പുനലൂർ. പുനലൂർ നഗരസഭയുടെ കോടികൾ വില വരുന്ന വാഹനങ്ങൾ കാടിമൂടി തുരുമ്പെടുത്ത് നശിക്കുന്നു. വാഹനങ്ങൾ സംരക്ഷിക്കാൻ 18 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഷെഡിൽ സ്വകാര്യ വാഹനങ്ങളാണ് ഇപ്പോൾ പാർക്ക് ചെയ്യുന്നത്. പുനലൂർ നഗരസഭയുടെ കോടികൾ വില വരുന്ന നിരവധി വാഹനങ്ങളാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഴയും വെയിലുമേറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ചെറിയ അറ്റകുറ്റപ്പണി നടത്തി വാഹനങ്ങൾ സംരക്ഷിക്കാമെന്നിരിക്കെ അതുപോലും ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. 18 ലക്ഷം രൂപ ചെലവഴിച്ച് വാഹനങ്ങൾ സംരക്ഷിക്കാൻ നിർമ്മിച്ച ഷെഡിലാകട്ടെ സ്വകാര്യ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് നിരവധി തവണ UDFന്റെ കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറിക്ക്, നഗരസഭാ ചെയർമാനും ചെയർപേഴ്സണും അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമായാണ് നഗരസഭയുടെ ഡ്രൈവർമാർ പെരുമാറുന്നത്. ഈ വാഹനങ്ങൾ മുഴുവൻ ഏറ്റവും സ്ഥലപരിമിതിയുള്ള നഗരസഭാ കോംപ്ലക്സ്, നഗരസഭാ ഓഫീസിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ഇടുകയും അവിടെ മറ്റൊരാൾക്കും വരുന്നതിനോ അവിടെ ജീവനക്കാർക്കോ അവിടെ എത്തുന്ന കൗൺസിലർമാർക്കോ വാഹനങ്ങൾ എത്തിക്കുന്നതിനോ പാർക്ക് ചെയ്യുന്നതിനോ കഴിയാത്തൊരവസ്ഥയാണ്. ഇക്കാര്യം പലവട്ടം കൗൺസിൽ യോഗത്തിൽ അറിയിച്ചെങ്കിലും നഗരസഭയുടെ ഭാഗത്തു നിന്നും അവഗണനയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ന്യൂസ് 18 പുനലൂർ. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരൻ അറസ്റ്റിൽ. കൊരട്ടിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു ഇയാൾ. കാറിൽ സഞ്ചരിക്കവെ ഇയാളെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി തോക്കെടുത്തെങ്കിലും പോലീസ് കീഴടക്കി. കർണാടക പോലീസ് തിരയുന്ന പിടികിട്ടാപ്പുള്ളിയാണ് ശ്രീധരൻ. 5 സംസ്ഥാനങ്ങളിലായി 36 കേസുകൾ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. മുമ്പ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരന്റെ നീക്കങ്ങൾ കുറച്ചുനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കോടാലി ശ്രീധരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പാലിയേക്കര മുതൽ പോലീസ് പിന്തുടർന്നാണ് പിടിച്ചത്. പോലീസ് സംഘം കാർ വളഞ്ഞപ്പോൾ തോക്കെടുത്ത് നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രീധരൻ ശ്രമിച്ചു. എന്നാൽ കാറിന്റെ ഗ്ലാസ് തകർത്ത് പ്രതിയെ പോലീസ് കീഴടക്കുകയായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകൾ പ്രതിയാണ് കോടാലി ശ്രീധരൻ. കേരളത്തിലെ വിവിധ കേസുകളിൽ ഇയാൾക്കെതിരെ വാറണ്ടുണ്ട്. കുഴൽപ്പണ സംഘങ്ങളെ പോലീസ് വേഷത്തിലെത്തി ഹൈവേയിൽ തടഞ്ഞ് കവർച്ച നടത്തുന്നതാണ് ശ്രീധരന്റെയും സംഘത്തിന്റെയും രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും കൂട്ടാളികളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. വയനാട്ടിൽ 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ കർണാടക സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. കുട്ടമത്തിക്കാട് എസ്റ്റേറ്റിൽ മണിവണ്ണനെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MM അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. 2023 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അമ്മയുടെ പ്രസവത്തിന് കൂട്ടിരിപ്പിനായി വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു വിദ്യാർത്ഥിനി. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് മണിവണ്ണനും ഈ മെഡിക്കൽ കോളേജിലെത്തിയത്. ആശുപത്രിയിൽ വച്ചാണ് മണിവണ്ണൻ പെൺകുട്ടിയെ പരിചയപ്പെടുകയും പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ചെയ്തത്. പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്തു വന്നതോടെയാണ് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. പോക്സോ, ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. SI TK മിനിമോൾ, ASIമാരായ സജി, ബിജു വർഗീസ്, CPOമാരായ സരിത്, ഗീത, ഡ്രൈവർ അനിൽകുമാർ എന്നിവരും അന്വേഷണത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 വയനാട്.
കൂട്ടിലായ അരിക്കൊമ്പനുമായി ലോറി പോയ കാഴ്ചയിലൂടെയാണ് മലയാളി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മാറിയ മുഖം കണ്ടത്. പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ ഈ റോഡിന്റെ മനോഹര ദൃശ്യങ്ങൾ വൈറലായി. എന്നാൽ ഈ റോഡിന്റെ തുടക്കം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് റോഡിന്റെ ഭംഗി കെടുത്തുകയാണ്. ഈ ഭാഗം ടാർ ചെയ്യാൻ അധികൃതർ തയ്യാറാകാത്തത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുപോയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മനോഹാരിത ലോക ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയത്. ഇതോടെ റോഡിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇതുവഴി എത്തുന്നത്. നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അടുത്തിടെ നിർവഹിച്ചു. എന്നാൽ റോഡ് തുടങ്ങുന്ന കവാടത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. സൈൻ ബോർഡുകൾ അടക്കം കളർഫുള്ളായി നിർമ്മിച്ച റോഡ് ഏറെ പ്രശംസിക്കപ്പെടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ഭാഗം ഇപ്പോഴും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത വിധം പൊളിഞ്ഞു കിടക്കുന്നത്. இந்த போடி மெட்ரோலாம் நல்லா போட்டிருக்காங்க, கெஸ்ட்லாம் கொஞ்சம் நிறைய வராங்க. இந்த ரோடு எண்டு கொஞ்சம் இதா போடல, அது கொஞ்சம் போட்டு கொடுத்தா நல்லா இருக்கும். ரோடு வேற உள்காரணம் பண்ணிட்டாங்க. இந்த எண்டை போட்டு கொடுத்தா அந்த பைக்காரங்களாம் கொஞ்சம் டேஞ்சரா இருக்கு, அது போட்டு கொடுத்தா நல்லா இருக்கும். இந்த ரோடு நல்ல கெஸ்ட்லாம் ஏற்பட்டது ஏறி வருது. இந்த ரோடு போடவும் ரோடை பார்க்குறதுக்குன்னு வராங்க இஷ்டம் போல. இதை கொஞ்சம் போட்டு கொடுத்தா நல்லா இருக்கும், வர கெஸ்ட்டு கொஞ்சம் நல்லா இருக்கும். മൂന്നാറിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ദേശീയപാതയുടെ തകർന്നു കിടക്കുന്ന ഭാഗം ഉടൻ ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. രാജ്യത്തിന്റെ വികസന കവാടമായി വിഴിഞ്ഞം മാറാൻ ഇനി മാസങ്ങൾ മാത്രം. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ 250 മീറ്റർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതേസമയം അനുബന്ധ വികസനങ്ങളാണ് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകേണ്ടത്. വിഴിഞ്ഞത്ത് കാലതാമസത്തിന്റെ കഥയെല്ലാം മാറുകയാണ്. പറഞ്ഞു തീരും മുൻപ് തുറമുഖം ഇങ്ങ് എത്തുന്നു. മേയിൽ കണ്ടെയ്നറുകളുമായി ആദ്യത്തെ കപ്പലെത്തും. വാണിജ്യ കപ്പലല്ല എത്തുന്നത്, ബെർത്തിലുറപ്പിച്ച ക്രെയിനുകളുടെ ശേഷി പരിശോധിക്കുന്നതിനുള്ള കപ്പലാണ് എത്തുന്നത്. മുന്ദ്ര തുറമുഖത്തു നിന്നാകും കണ്ടെയ്നറുകളുമായി കപ്പൽ എത്തുക. തുറമുഖ നിർമ്മാണം അതിവേഗത്തിലാണ് കുതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വേണ്ട 2950 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ 2700 മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു. 53 ഹെക്ടർ കടൽ കരയാക്കേണ്ടതിൽ 51 ഹെക്ടർ പൂർത്തിയായി. 4 തവണയായി ചൈനയിൽ നിന്ന് ക്രെയിനുകൾ എത്തിച്ചു. യാർഡ് ക്രെയിനുകളും ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. അതേസമയം അനുബന്ധ വികസനത്തിൽ വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണ്. ഭൂഗർഭ റെയിൽപാതയുടെ സർവേ നടപടികൾ എങ്ങും എത്തിയില്ല. റിംഗ് റോഡ് പ്രവൃത്തികളും ഇഴയുന്നു. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നിർദ്ദിഷ്ട റിംഗ് റോഡ് പദ്ധതി. സ്ഥലമേറ്റെടുത്തതിൽ ഇതുവരെ തുക നൽകാനാകാത്തത് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ചരക്ക് നീക്കത്തിലൂടെ 4 നൂറ്റാണ്ട് കൊണ്ട് മുന്ദ്ര തുറമുഖത്ത് നിന്ന് നേടാൻ കഴിഞ്ഞത് 30,000 കോടി രൂപയാണ്. ഇതേ തുക വിഴിഞ്ഞത്ത് നിന്ന് സമാഹരിക്കാൻ 10 വർഷം മതിയെന്നാണ് കണക്കാക്കുന്നത്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളത്തിൽ ആര്യെത്തും. നമസ്കാരം. അയോധ്യ എന്നത് ഹൈന്ദവരുടെ സ്വപ്നമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരും ഒരുമിച്ച് എല്ലാ ജാതി മതഭേദമെന്നെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഐതിഹ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചില ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള വിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു വലിയ നീണ്ട ഒരു അജ്ഞാതവാസത്തിന് ശേഷം രാമൻ അയോധ്യയിൽ എത്തുന്നു എന്ന പ്രതീതിയാണ് അവിടെ ജനിപ്പിക്കുന്നത്. ഇവിടുത്തെ കോടിക്കണക്കിനായിട്ടുള്ള സനാതന ധർമ്മ വിശ്വാസികളായ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തി നിർവഹിക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുക ചെയ്തു. കാലത്തിന്റെ അനിവാര്യതയാണ് ഈ രാഘവേന്ദ്രന്റെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠാ സ്ഥാനത്ത് പിന്നോക്കക്കാരനായിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ട നരേന്ദ്രൻ വന്നിരുന്ന് ഒന്നാമനാവുക എന്നത്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ പ്രത്യേക ടോക്ക് ഷോ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ. ഈ പരിപാടി നിങ്ങൾ